നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിക്കു വേണ്ടിയും തെരുവിലിറങ്ങുമ്പോൾ ഒരു ഭരണകൂടം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവരെ കേൾക്കുക, അവർക്ക് നീതി ഉറപ്പാക്കുക. ഇതല്ലേ ഏതൊരു ഭരണഘടനയും പറയുന്ന തത്വം? എന്നാൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നമ്മൾ കണ്ടത് എന്താണ്? അർദ്ധരാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഭരണകൂടം സ്വന്തം നാടിന്റെ യുവതയ്ക്ക് നേരെ നടത്തിയ മൃഗീയമായ വേട്ടയാടൽ. പെല്ലറ്റ് ഗണ്ണുകൾ, ആണിയടിച്ച ലാത്തികൾ, ബാരിക്കേഡുകളിൽ കറണ്ട് കടത്തിവിട്ടുള്ള ആക്രമണങ്ങൾ. സുഹൃത്തുക്കളെ, ജനകീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടുമ്പോൾ 56 ഇഞ്ച് എന്ന് അവകാശപ്പെട്ട ഭരണം വിറയിറക്കുകയാണ്. ഈ 30 മിനിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു പ്രതിഷേധത്തെക്കുറിച്ചല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പരിശോധിക്കാം. തങ്ങളുടെ 5 വർഷത്തെ കഠിനാധ്വാനം പണക്കാർക്ക് മുന്നിൽ ചോർത്തി നൽകിയ നീറ്റ്, NEET അഴിമതിക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡൽഹി പോലീസ് ക്രൂരത അഴിച്ചുവിട്ടത്. അവിടെ ഉപയോഗിച്ചത് വെറും ലാത്തി മാത്രമല്ല, പെല്ലറ്റ് ഗണ്ണുകൾ, വശങ്ങളിൽ ആണിയടിച്ച വടികൾ, ഇലക്ട്രിക് ഷോക്ക് തരുന്ന ആയുധങ്ങൾ. ഇതൊക്കെയും പ്രയോഗിച്ചത് ഏതെങ്കിലും അതിർത്തിയിലെ ശത്രുക്കൾക്ക് നേരെയല്ല, മറിച്ച് ഈ നാടിന്റെ നാളത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകേണ്ട പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ്. അതിലും വലിയ അമ്പരപ്പ് എന്തെന്നാൽ, നെയിം ബോർഡോ യൂണിഫോമോ ഇല്ലാത്ത ചില വേട്ടനായ്ക്കൾ പോലീസിനൊപ്പം ചേർന്ന് സമരക്കാരെ തല്ലിച്ചതയ്ക്കുകയും യുവതികളെ അപമാനിക്കുകയും ചെയ്തു. और गुंडागर्दी क्या होता है दिल्ली के अंदर वो अब हम लोग बताएंगे. पूरा दिल्ली के अंदर पूरा घूम रहे, रैकी मार रहे, एक भी कॉकरोच नहीं मिल रहा है. दिल्ली पुलिस के सम्मान में अभी तो कुछ ही सनातनी मैदान में उतरे हैं. अभी हम लोग डेट भी रखने वाले हैं, टाइम भी रखने वाले हैं और पूरा दिल्ली का घिराव अब सारे गौरक्षक और सारे सनातनी मिलकर करने वाले हैं. अलर्ट मोड पे रहना सब. जय गौ माता, जय श्री राम, हर हर महादेव. ഏത് സംഘടനാ പശ്ചാത്തലത്തിൽ നിന്നാണ് അവർ പോലീസിന് സമാന്തരമായി ആക്രമണം നടത്താനിറങ്ങിയത്? ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇതിന് മറുപടി പറഞ്ഞ്, ഇവിടെ പോലീസ് മാത്രം നേരിട്ട് നടത്തിയ അതിക്രമമല്ല നമ്മൾ കണ്ടത്. യൂണിഫോമും ഐഡന്റിറ്റിയുമുള്ള പോലീസുകാരുടെ കൂടെ യാതൊരു നെയിം ബോർഡോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാതെ സിവിലിയൻ വസ്ത്രങ്ങളിൽ ആയുധങ്ങളുമായി എത്തിയ RSS ഗുണ്ടകളും സമാന്തരമായി പോലീസിനൊപ്പം ചേർന്നാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചത്. പോലീസിന് സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഗുണ്ടകളെയും പോലീസിനെയും ഒന്നിച്ചിറക്കി സ്വന്തം നാട്ടിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത്. ഡൽഹി പോലീസിനൊപ്പം ചേർന്ന് ഈ അക്രമം അഴിച്ചുവിട്ട RSS ഗുണ്ടകളെ നിയന്ത്രിച്ചത് ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അമിത് ഷായും ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. വിദ്യാർത്ഥികളുടെ ചോര തെരുവിൽ വീഴുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്തെടുക്കുകയായിരുന്നു? കണ്ണു തുറക്കാത്ത, മിണ്ടാതിരുന്ന ഭരണാധികാരി അർദ്ധരാത്രിയിൽ പെട്ടെന്നുണരുന്നു. തുടർച്ചയായ വീഡിയോ സന്ദേശങ്ങൾ, പോസ്റ്റുകൾ. എന്താണ് ഈ അർദ്ധരാത്രി നാടകങ്ങൾക്ക് പിന്നിൽ? ഭരണാധികാരികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ഏകാധിപതികളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ രഹസ്യനീക്കങ്ങളും അർദ്ധരാത്രി ആഹ്വാനങ്ങളും ഉണ്ടാകാറുണ്ട്. സ്വന്തം പരാജയങ്ങളും വോട്ടർ പട്ടിക ക്രമക്കേടുകളും പരീക്ഷാ തട്ടിപ്പുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണിത്. അർദ്ധരാത്രിയിൽ കണ്ണീരൊഴുക്കിയും നാടകങ്ങൾ കളിച്ചും കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? വംശീയത, വർഗീയത, സാമുദായിക ധ്രുവീകരണം. ഇതുമാത്രമാണ് ഈ ഭരണകൂടം നൽകിയ സംഭാവന. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിയാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ 12 സംഭവിക്കുന്നത് തന്നെയാണ് ഇന്ന് കാണുന്നത്. ലക്ഷക്കണക്കിന് പണമുള്ളവന് ചോദ്യപേപ്പർ മമൻകൂട്ടി ലഭിക്കുന്നു. കഷ്ടപ്പെട്ടു പഠിച്ച പാവപ്പെട്ടവന്റെ കുട്ടി തെരുവിൽ അടിയേറ്റു വീഴുന്നു. ഭരണകൂടം പ്രതിസന്ധിയിലാകുന്നുവോ? അപ്പോഴൊക്കെ അതിർത്തിയിൽ കൃത്രിമ അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുകയോ
അല്ലെങ്കിൽ സാമുദായിക കലാപങ്ങൾക്ക് തിരികൊളുത്തുകയോ ചെയ്യുക എന്നത് ഇവരുടെ പയറ്റിത്തെളിഞ്ഞ തന്ത്രമാണ്. എന്നാൽ ജനങ്ങൾ ഇന്ന് പ്രബുദ്ധരാണ്. ഈ വിഭജന രാഷ്ട്രീയത്തിന് ഇനി ആയുസ്സില്ല. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഒരു ജനാധിപത്യ മന്ത്രിസഭയുടെ ഭരണമാണോ? അല്ല, പൂർണ്ണമായും 2 വ്യക്തികളിലേക്ക് ചുരുങ്ങിയ ഏകാധിപത്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് രാജി ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. കാരണം ഈ ഭരണസംവിധാനത്തിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമില്ല. എല്ലാം നിയന്ത്രിക്കുന്നത് മോദിയും അമിത് ഷായുമാണ്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ മൃഗീയ ആക്രമണത്തിന് ഉത്തരവിട്ട ഈ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന മോദിയും അമിത് ഷായുമാണ് അടിയന്തരമായി രാജിവെക്കേണ്ടത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ഇവരുടെ രാജി അത്യന്താപേക്ഷിതമാണ്. പ്രിയ സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഇത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല. ഇത് നമ്മുടെ ഭരണഘടനയെയും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയും ഭാവി തലമുറയുടെ വിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. പെല്ലറ്റ് ഗണ്ണുകൾ കൊണ്ടോ അർദ്ധരാത്രി നാടകങ്ങൾ കൊണ്ടോ ജനങ്ങളുടെ ചോദ്യങ്ങളെ നിശ്ശബ്ദമാക്കാൻ ഒരു ഏകാധിപതിക്കും കഴിയില്ല. നീതി ലഭിക്കുന്നതുവരെ, ഭരണഘടനാ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. സത്യം ഉറക്കെ പറയുക. ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുക. ഏകാധിപത്യ ഭരണം തകരുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.